ഹലോ ക്രിയേറ്റേഴ്സ്, ഫോട്ടോഷോപ്പ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ടൂൾ ക്രാഫ്റ്റ്. സോ നമ്മൾ ഓരോ എപ്പിസോഡിലും ഒന്നോ രണ്ടോ ടൂളിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും വിത്ത് എക്സാമ്പിളോട് കൂടി. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മൂവ് ടൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ലെയർ ഓൺ ആക്കാണ്. ഈ ഗ്രാഫിക്കലി കാണുന്ന ഈ ആർട്ട്ബോർഡിൽ കാണുന്ന ഇമേജസ്, ടെക്സ്റ്റ്, എലിമെന്റ്സ് അതൊക്കെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ ടൂളിന്റെ ഉപയോഗം. രണ്ടാമത്തെ യൂസ് പറയുന്നത് ഇവിടെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോ സെലക്ട് ഓഫ് ആക്കി ഉപയോഗിക്കും. ഇവിടെ ലെയറിൽ എന്നാണ് ഓൾറെഡി സെലക്ട് ആയത്. ഞാൻ മൗസ് എടുത്തിട്ട് ഇവിടെ നീക്കിയാലും അത് അവിടെ ഓൾറെഡി ചേഞ്ച് ആവും. ഇപ്പുറത്ത് നീക്കിയാലും ഈ ഭാഗത്ത് നീക്കിയാലും ഓൾറെഡി ചേഞ്ച് ആവും. ഓട്ടോ സെലക്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമത്തെ യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെയറിന് പകരം ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഈ ലെയറിന്റെ അവിടെ ഇതൊരു ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പോടെ കൂടി നമുക്ക് അതെല്ലാം ചേഞ്ച് ആക്കാൻ പറ്റും. ഞാൻ ഇതെല്ലാം കൂടി ഈ പാർട്ട് മാത്രം ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെയാണ് ഗ്രൂപ്പ് ആക്കിയത് അതെല്ലാം ഗ്രൂപ്പായി വരും. അതെല്ലാം മുകളിൽ പോയി കഴിഞ്ഞാൽ ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയി സെപ്പറേറ്റ് ഇതുപോലെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ ഉപയോഗമാണ്. നാലാമത്തെ യൂസ് പറയുന്നത് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഓരോ കോപ്പി കൊണ്ടുവരാൻ പറ്റും. ഓർ നമ്മൾ ഓൾട്ട് പ്ലസ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരാം. അതല്ല മറ്റു യൂസ് പറയുന്നത് ഷോ ട്രാൻസ്ഫോം ഓഫ് ആക്കിയിട്ട് കൺട്രോൾ ടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സെയിം ടൂൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് കൺട്രോൾ ടി.